ഹായ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി ചുങ്കത്ത് ജ്വല്ലറിയിലാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് കുറച്ച് വെറൈറ്റിയാണ്, കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പം അതിന് കാരണമുണ്ട്. കാര്യം പ്രീവിയസ് എപ്പിസോഡ്സിൽ നമുക്ക് കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ യൂഷ്വലായിട്ട് കാണുന്നതല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടത് ട്രഡീഷണലും അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ളത് മിക്സ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വേണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റായിട്ട് എപ്പിസോഡിലേക്ക് പോവാം. നമുക്ക് ഈ ഡിസൈൻസിനെ പരിചയപ്പെടുത്താൻ വേണ്ടി എൻ്റെ കൂടെ ഉള്ളത് ചുങ്കത്തിൻ്റെ എക്സിക്യൂട്ടീവാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഈ പെർട്ടിക്കുലർ ഞാൻ കുറച്ച് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന്. ആദ്യം തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് ഒരു റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു തരും ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഇത് പൂർണ്ണമായും റൂബി സ്റ്റോണിൽ ചെയ്തിരിക്കുന്നതായ ഒരു മോൾഡിംഗ് നെക്ലസ്സാണ്. ഏകദേശം ഒരു 4 പവൻ തൂക്കം വരുന്ന രീതിയിലാണ് ഈ മാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2-3 രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോൺ കട്ട് ചെയ്തിരിക്കുന്നത്. റൗണ്ട് സ്റ്റോണുണ്ട്, ഓവൽ സ്റ്റോണുണ്ട്, ഗോബി സ്റ്റോണുണ്ട്, അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, അത് പൂർണ്ണമായിട്ടും ഇത് മോൾഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോൺ ചാടിപ്പോകുമെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. നമ്മൾ കുറച്ച് കൂടുതൽ കെയർ ചെയ്യേണ്ടതായ ഓർണമെൻ്റ് ആയതുകൊണ്ട് താഴെ വീഴാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഓർണമെൻ്റാണിത്. താഴെ വീഴുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ആ സൈഡൊക്കെ ചിലപ്പോൾ അടർന്ന് പോയേക്കാം. അതുകൊണ്ട് താഴെ വീഴാതെ പൂർണ്ണമായും സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. തന്നെയല്ല, ഇതിൻ്റെ താഴേക്ക് വരുന്ന പെൻഡൻറ്റ് കുറച്ച് ഒരു എന്താ പറയുക, മയിൽപ്പീലി വിടർത്തി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലഗൻറ്റ് ലുക്കാണ് ഇതിന് ഉള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏത് ഏജ് ഗ്രൂപ്പിനാണ് ഇത് ഇഷ്ടപ്പെടാതിരിക്കുക. നമ്മളൊരു ടീനേജിനെ എടുക്കാം. ടീനേജ് ഇപ്പോൾ ഒരു സ്കൂളിലെ ഒരു ഫംഗ്ഷന് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് ഭയങ്കര നന്നായി പോകും അല്ലേ. അതേസമയം ഇനിയിപ്പോൾ നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആയിരിക്കും ഇത്. കാര്യം ഒരു സ്കേർട്ട് ബ്ലൗസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെറ്റ് സാരി ആയിക്കോട്ടെ. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു മിഡിൽ ഏജ് ലേഡീസിനെ പറ്റി ചിന്തിക്കാം. അവർക്കും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ഇത് റൂബിയിലാണ് ചെയ്തിട്ടുള്ളത്. റൂബി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാലത്തിലും എല്ലാവർക്കും ഇഷ്ടമുള്ളത്. പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും റൂബി ട്രെൻഡിങ് തന്നെയാണ്. അത് കൂടാതെ ഇതിൽ കുറച്ച് ഡിസൈൻസൊക്കെ ഉണ്ട്. വളരെ ക്രിയേറ്റീവായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രെൻഡി കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇത് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്ന ഒരു ഡിസൈനാണ്. ഇനി നമുക്ക് പുതിയൊരു നെക്ലസ് നോക്കാം. ഇതിൽ കുറച്ച് ബീഡ്സൊക്കെ ഉണ്ട്. എനിക്ക് ബീഡ്സും കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അദ്ദേഹം പറഞ്ഞുതരും. ഏകദേശം 2 പവൻ വരുന്നതായ ഒരു നെക്ലസ്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. റൂബിയും എമറാൾഡും കളറിലുള്ളതായ സ്റ്റോണാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ പോട്ട സ്റ്റോണും ജെയ്ഡും മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 പവൻ വരുന്നതായ ഈ മാല ചെറിയ കട്ടിംഗ് ബോളോട് കൂടിയ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കടത്തിവിട്ടാണ് ആ ബോൾ കെട്ടിവെച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കുരുമുളക് മാല എന്ന് പറയുന്നൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. അതിനോട് സാമ്യം വരാവുന്ന രീതിയിൽ ഇടയ്ക്ക് കുരുമുളകും ഇതിൻ്റെ ഡിസൈനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 പവൻ വരുന്ന മാല നല്ല ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും.
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിട്ടുന്നത്. ഇത് പഴയ കാലത്തെ കുരുമുളക് ഡിസൈനൊക്കെ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്താണെങ്കിലും ഇതൊരു സാരിയുടെ കൂടെ, എനിക്ക് തോന്നുന്നത് സാരിയുടെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതൊരു നല്ല ഹെവി ബോർഡറുള്ള ഒരു കാഞ്ചീപുരം സാരിക്ക് ഇത് നന്നായിട്ട് ഇണങ്ങും. പിന്നെ അതുപോലെ തന്നെ സ്കേർട്ട് ബ്ലൗസൊക്കെ ആണെങ്കിലും നന്നായിട്ടിരിക്കും. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു സ്പെഷ്യൽ ഒരു ഓർണമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാം സ്പെഷ്യലാണ്, ഡിഫറെൻ്റാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളക്ഷൻസാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ബീഡ്സാണ്. ബീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ബീഡ് വർക്ക് എപ്പോഴും ഇഷ്ടം. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു സ്കേർട്ടിൽ ഞാൻ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൽ. അപ്പം ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഒരു വീക്ക്നെസ് അല്ലേ. അപ്പോൾ ബീഡ്സ് ഉള്ള ഈ മാല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ ഡിസൈൻ, നമുക്കെല്ലാം ഇഷ്ടമുള്ള ടെമ്പിൾ ഡിസൈനിലുള്ള ഒരു നെക്ലസ് ആണ്. ഇതൊരൊറ്റ പീസ് മതി നമുക്ക് ഒരു ക്രൗഡിലെ മുഴുവൻ അട്രാക്ഷനും നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒരു വലിയ ലോക്കറ്റോട് കൂടിയതായ ഈ ചെയിൻ നമുക്ക് ഊരി വയ്ക്കുന്ന രീതിയിലുള്ളതായ ഒരു 2.25 പവൻ തൂക്കം വരുന്നതായ ഒരു നെക്ലേസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഒരു ടെമ്പിൾ ജ്വല്ലറി കളക്ഷനാണ് ഈ ലോക്കറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം അൺകട്ടിനോട് സാമ്യമുള്ളതായ ഒരു കളേർഡ് സ്റ്റോണും റൂബി സ്റ്റോണുമാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ ആവശ്യപ്രകാരം ലോക്കറ്റ് അഴിച്ചു മാറ്റി ത്രെഡ് വർക്ക് ഉള്ളതുകൊണ്ട് ചെറിയ ലോക്കറ്റോ വലിയ ലോക്കറ്റോ നമ്മുടെ ആവശ്യാനുസരണം മാറ്റി യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതായ ഒരു മാലയാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മാല, ഒരു നെറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഡെയിലി പർപ്പസ് യൂസ് അല്ല ഈ മാല, നമ്മുടെ പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ്. അതുകൊണ്ട് ഡെയിലി പർപ്പസ് അല്ലാത്തത് കൊണ്ട് കുറച്ച് കെയർ ചെയ്യേണ്ട മാലയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പിൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ഇതിനൊരു ട്രെൻഡി തന്നെയാണ്. പിന്നെ ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ എനിക്ക് തോന്നുന്നത് ടീനേജേഴ്സ് ആയിരിക്കില്ല, കുറച്ചും കൂടെ ഏജ് ഗ്രൂപ്പ്, എന്താ പറയുക, ഒരു മിഡിൽ ഏജ് ആൾക്കാർക്ക്, ലേഡീസിന് ഭയങ്കര നന്നായിട്ട് സൂട്ടാവുന്ന ഒരു ഡിസൈനാണ്. ബിക്കോസ് അവർ യൂസ് ചെയ്യുന്ന സാരീസൊക്കെ എനിക്ക് തോന്നുന്നു അതുപോലെയുള്ള സൈഡിൽ മാത്രം ബോർഡറുള്ള കാഞ്ചീപുരം സാരിയുടെ കൂടെ ഇത് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കുന്ന ഒരു പീസാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മളുടെ അടുത്ത് ഇതിന് റൂബി ഉണ്ട്, അതുപോലെ ഡയമണ്ടിനെ പോലെ തോന്നിക്കുന്ന അൺകട്ട് അല്ലേ, ഡയമണ്ട് പോലെ തോന്നിക്കുന്ന കളേർഡ് സ്റ്റോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫോട്ടോസിലൊക്കെ ഭയങ്കര എടുപ്പായിരിക്കും അത് കാണാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്കേർട്ടിൻ്റെ കൂടെ ഇത് നല്ലതായിരിക്കും. നല്ല വൈഡ് നെക്കുള്ള സ്കേർട്ടിൻ്റെ കൂടെയും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് ചുങ്കത്തിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഹാവ് എ ഗ്രേറ്റ് ഡേ.